മൂന്നാറിൽ വീണ്ടും ഓൺലൈൻ ടാക്സി തടഞ്ഞതായി പരാതി. ഇസ്രയേലി സഞ്ചാരികളെ കൊച്ചിയിലേക്ക് കൊണ്ടുപോകാനെത്തിയ വാഹനമാണ് മൂന്നാറിലെ ടാക്സി ഡ്രൈവേഴ്സ് തടഞ്ഞത്. പോലീസ് എത്തിയ സഞ്ചാരികൾക്ക് ഓൺലൈൻ ടാക്സിയിൽ തന്നെ യാത്ര തുടരാൻ സൗകര്യമൊരുക്കി. ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കുമ്പോഴും മൂന്നാറിലേക്ക് ഓൺലൈൻ ടാക്സികൾ എത്തേണ്ടതില്ല എന്ന കടുംപിടുത്തത്തിലാണ് പ്രാദേശിക ടാക്സി ഡ്രൈവർമാർ. ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് 2 ഇസ്രായേലി വനിതകൾ കൊച്ചിയിലേക്ക് പോകാൻ ബുക്ക് ചെയ്ത ഓൺലൈൻ ടാക്സി തടഞ്ഞ സംഭവം. പോലീസ് വരുന്നുണ്ട്. നമ്മൾ തടഞ്ഞിരിക്കുന്നതാണ് ഈ ചേട്ടന്മാരാണ്. കേരളത്തിന്റെയും മൂന്നാറിന്റെയും സൗന്ദര്യം ആസ്വദിക്കാൻ എത്തിയ 2 ഇസ്രായേലി സഞ്ചാരികൾ മൂന്നാറിൽ നിന്ന് തിരികെ കൊച്ചിയിലേക്ക് പോകാൻ യൂബർ ടാക്സി ബുക്ക് ചെയ്തു. ഇവർ താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ ഓൺലൈൻ ടാക്സി എത്തി. ഇതേസമയം ഹോട്ടലിന് മുൻപിൽ സംഘടിച്ചെത്തിയ മൂന്നാറിലെ ടാക്സി ഡ്രൈവർമാർ ഇസ്രായേലി വനിതകളെയും ഓൺലൈൻ ടാക്സി ഡ്രൈവറെയും തടഞ്ഞു. They are telling that we can't take from here. They are not allowing me. Why? I don't know. What's the problem? അരമണിക്കൂറോളം ഹോട്ടലിന് മുൻപിൽ ഓൺലൈൻ ടാക്സി തടഞ്ഞിട്ടു. ഊബർ ഡ്രൈവർ ആന്റണി പെരുമ്പള്ളി മൂന്നാർ പോലീസിൽ വിവരമറിയിച്ചു. ഇതോടെ മൂന്നാർ പോലീസ് എത്തി ഇസ്രായേലി സഞ്ചാരികളെ ഓൺലൈൻ ടാക്സിയിൽ യാത്ര തുടരാൻ അനുവദിച്ചു. എന്നാൽ മൂന്നാറിൽ നിലനിൽക്കുന്ന പ്രശ്നം പരിഹരിക്കുന്നതുവരെ ഓൺലൈൻ സർവീസുകൾ നിർത്തണമെന്ന നിർദ്ദേശം പോലീസ് മുന്നോട്ട് വെച്ചു എന്നാണ് ഡ്രൈവർ ആന്റണി പെരുമ്പള്ളി പറയുന്നത്. We found the Uber guy, we started loading our bags, and as soon as we started doing that, out of nowhere, 5 to 6 men appeared. Apparently, they had been following us. These people, they started threatening our cab driver, telling him that he can't take us. Nobody asked us. We obviously didn't understand the language, but we understood the aggression in it and started feeling extremely unsafe. 10 ദിവസം മുമ്പ് മുംബൈ സ്വദേശി ജാൻവി സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോ ആണിത്. മൂന്നാറിലെത്തിയപ്പോൾ ടാക്സി ഡ്രൈവർമാരിൽ നിന്ന് നേരിട്ട ദുരനുഭവമായിരുന്നു വിവരിച്ചത്. ഇത് വലിയ വാർത്തയായി. മൂന്നാറിലെ ടാക്സി ഡ്രൈവർമാർക്കെതിരെ പോലീസ് കേസെടുത്തു. വിനോദസഞ്ചാരിയായ യുവതിക്കൊപ്പം നിൽക്കാത്തതിന് 2 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. ഇതെല്ലാം നടന്നിട്ടും വിനോദസഞ്ചാര മേഖലയ്ക്ക് നാണക്കേടുണ്ടാക്കുന്ന പ്രവൃത്തികൾ മൂന്നാറിൽ തുടരുകയാണ്. 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.